ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്കിന്നൊരു ഗസ്റ്റ് ഉണ്ട് ഗായ്സ്. അയാൾ നമുക്കൊരു പ്രിയപ്പെട്ട ഒരാളാണ് ഗായ്സ്. ഓൻ നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഓനെ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ നമുക്കൊരു ഫുട്ബോൾ മാച്ച് ഉണ്ട് ഗായ്സ്. ഓൻ്റെ ഒപ്പം തന്നെയാണ് ഗായ്സ്. ഓൻ കൊണ്ടുവന്ന വണ്ടി ഏതാ പറയുക, BMW 520D ആണ്. വണ്ടീനെയൊക്കെ ഞാൻ കാണിച്ചു തരാം ഗായ്സ്. അപ്പോൾ ഓനൊന്ന് പോയോക്കട്ടെ. ഓനോടെ ഗായ്സ് മുങ്ങി കളഞ്ഞോ കള്ളൻ. ഓന് വീഡിയോ വരാൻ ഭയങ്കര പേടി ഗായ്സ്. ഓനാണ് HF ഗെയിമർ. അപ്പോൾ ഗായ്സ് അതാ പോകുന്നു വണ്ടിയിലെ ഞങ്ങൾ രണ്ടാൾ ഒളിച്ചെന്ന് മാറിയാണ് ഓനക്ക്. അപ്പോൾ ഗായ്സ് നമുക്ക് ഓൻ്റെ പുറകെ പോയി വെക്കുക ഗായ്സ്. ഓൻ എന്താ കാട്ടണമെന്ന് അറിയാമല്ലോ നമുക്ക്. മണ്ട്ര അപ്പോൾ ഗായ്സ് ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ ഗായ്സ് ഓൻ്റെ വണ്ടിയാണ് കാണിച്ചുതരാം. BMW 520D ഗ്രീൻ കളർ സ്പെക്കാണ് വണ്ടി. ഫുൾ ബ്ലാക്ക് സ്പെക്ക്. നമ്മളെ മാതിരി ബാക്കിൽ സാൻഡേഴ്സ് ഒന്ന് സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് 10 ആണ്. ഫാൻസി നമ്പറാണ്. വണ്ടി അകത്താത്തിയിട്ട് നമുക്ക് ഇറക്കണം ഗൈസ്. ഇതേമാതിരി ഒരു വണ്ടി നമ്മൾ ഇറക്കുന്നുണ്ട്. വരുന്ന വീഡിയോയിൽ നമുക്ക് കാണാം. ഇതേമാതിരി വണ്ടി ഇറക്കുന്നുണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ഇതാ കിടക്കണേ. നമ്മളെ വണ്ടി എന്താ ബോണറ്റ് കാർബൺ ഫൈബറും ബാക്കിലെ സ്റ്റിക്കറും. അപ്പോൾ ഗൈസ് നമുക്ക് അവൻ്റെ അടുത്ത് പോയോ കേട്ടോ. അവനോട് ചോദിച്ചു നോക്കാം നമുക്ക് പോവല്ലേ, നമുക്ക് ഫുട്ബോൾ മാച്ചിന് പോവല്ലേ ചോദിച്ചു നോക്കാം. അപ്പോൾ എവിടെ ഓനെ തപ്പി പിടിച്ചിട്ടുണ്ടെങ്കിലാണ് പണി ഗൈസ്. ഓനെ എവിടെ പോയാലും കിട്ടൂല. ആണ് ഓൻ്റെ കുഴപ്പം. ഓനെ കണ്ടുപിടിച്ചേണ്ടി വരും. ഇപ്പം നമ്മൾ ഏതെങ്കിലും മൂലക്കുന്നത് ആ വിളക്കണ വണ്ടിയില്ലേ നമ്മളൊക്കെ പോണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് ഞാൻ ഓൻ്റെ ഒരു വണ്ടീൻ്റെ ഡ്രോൺ ഷൂട്ട് അടിച്ച് കാണിച്ചു തരാം ഗൈസ്. നമുക്ക് കുറച്ച് റീൽസ് കൊടുക്കണം ഗൈസ്. ആ റീൽസ് എടുക്കാൻ അപ്പോൾ എങ്ങോട്ട് പോകുന്നത് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് തന്നെ റീൽസൊക്കെ എടുക്കണം. മെസ്സേജൊക്കെ വരുന്നുണ്ട് ഗൈസ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഗൈസ് നമുക്ക് പോകാൻ റെഡി അല്ലേ വെക്കാം അവനോട്. ഗൈസ് അവനോട് പോകാൻ റെഡിയാണ് കാരണം അപ്പോൾ അവനൊപ്പം പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് വേഗം വാ നമുക്ക് വേഗം പോവാം ഗൈസ്. പോട്ടെ ഞാൻ അവനോട് പറഞ്ഞു ഓൻ്റെ വണ്ടി എടുക്കും, ഞാൻ ഓൻ്റെ വണ്ടി എടുക്കട്ടെ ചോദിച്ചപ്പോൾ സമ്മതിച്ചിങ്ങനെ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോവാം. ഈ വണ്ടി ഗൈസ് വേറൊരു വണ്ടിയാണ്. അതിൻ്റെ വണ്ടീൻ്റെ സൗണ്ട് പറഞ്ഞാൽ കിടിലും സൗണ്ടാണ്. ആ വണ്ടി റേസാക്കി ഞങ്ങളൊന്ന് കാണാം. അതിൻ്റെ സൗണ്ട് വണ്ടി പൊളി പറഞ്ഞാൽ ആ പൊളി. ആ വണ്ടി ആണെങ്കിൽ ഇതേ വണ്ടി നമ്മൾ ഇതേ സ്പെക്കിൽ ഇറക്കിയതുകൊണ്ട് ഗീവ് അവേ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ഗീവ് അവേ അല്ല. ഇപ്പോൾ കഴിച്ച് വണ്ടി ഇവിടെ ബഗ് അടിച്ചിട്ട് കഴിച്ച് ഗെയിമിൻ്റെ മെയിൻ പ്രശ്നമാണ് പെട്ടെന്ന് ബഗ് അടിക്കും. പിന്നെ കഴിച്ച് ഇതുപോലെ വണ്ടിയുണ്ട് നമുക്ക് ഇൻറ്റീരിയർ ഡൗൺലോഡ് ആവില്ലല്ലോ. അപ്പോൾ കഴിച്ച് നമുക്ക് പോവാം. ഈ വണ്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എനിക്ക് മറ്റേ വണ്ടീൻ്റെ ഇഷ്ടം വണ്ടിയാണ്. ഈ വണ്ടീൻ്റെ എന്താ ബോഡി ഷേപ്പും കിറ്റും നോർമലി കിറ്റിലാണ് അവൻ കൊണ്ടെടുക്കുന്നത്. ആ ബാക്കത്തെ ബമ്പറൊക്കെ ഉണ്ടല്ലേ സാധാ ലിപ്പിൽ, പക്ഷെ നല്ല താഴ്ചക്ക് നിൽക്കുന്നുണ്ടല്ലോ ബമ്പറൊക്കെ. അപ്പോൾ ഗൈസ് നമുക്ക് വേഗം വിടാം ഗൈസ്. ഹൈവേയിലൊന്ന് വെട്ട് പിടിച്ച് നോക്കുക. ആക്സിലേറ്റർ ഫുള്ളാണ് അമർത്തി കൊടുത്തു നോക്കുക. വണ്ടീൻ്റെ സ്പീഡ് എത്ര വരെ കയറുന്നാവും. പറപ്പിച്ചുവിട്ട 190 200 ഗൈസ്. ഈ വണ്ടി നമുക്ക് തരുമെന്നൊന്ന് വെറുതെ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താ പറയണ നോക്കാം. ആ വണ്ടീനെ ഒന്ന് കയറണം നിങ്ങൾ. നല്ല ടൈം പോകണ മാതിരി ആ വണ്ടീൻ്റെ സ്പീഡ് പോകണത്. ടൈമത്തെ സെക്കൻഡ് ആൾ പോലെ 1 2 3 4 അതേമാതിരിയാണ് പോകണത് ഗായ്സ്. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് ഗ്രൗണ്ടിലെത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ അവിടെ എത്തുന്നവരെ ബൈ. അങ്ങനെ ഗായ്സ് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. നമ്മൾ ഓനെ കാത്തിക്കാണ് ഗായ്സ്. ഓനെ കാണാനില്ല. അത് എപ്പോഴും നമ്മളെ പറപ്പിച്ചു വിട്ടാൽ ഫസ്റ്റ് എത്തും. ഒന്നാമത് നമ്മളെ വണ്ടീൻ്റെ സ്പീഡ് എന്തൊക്കെയാണ്. അപ്പം വണ്ടി നമുക്കൊന്ന് പാർക്ക് ചെയ്യാം. നമുക്ക് കൊണ്ടെടുക്കാൻ നല്ല സുഖമുള്ള വണ്ടിയാണ്. മറ്റേ വണ്ടീൻ്റെ ഒരു കൺട്രോളും ഉണ്ട്. വണ്ടി നല്ല ചെറിയ വണ്ടിയാണ്. മറ്റേത് ഇതിൻ്റെ കാട്ടി വലിയ വണ്ടിയാണ്. വരണ കാത്തുകളെ ഇവിടെ ഫൈനലൊക്കെ അടക്കാൻ പോകുന്നുണ്ട് ഗായ്സ്. ബോർഡുമ്പോൾ എന്താ പിക്ചറൊക്കെ ഉണ്ട്, പോസ്റ്ററൊക്കെ ഉണ്ട്. ടു ദ ഫൈനലിൻ്റെ മാച്ച് ടു മൈ ഫൈനൽ അത് വരുന്നു ഗായ്സ്. നമുക്ക് ഡ്രോണിലൊരു ഷോട്ട് എടുത്ത് നോക്കാൻ പറ്റുമോ? ഡ്രോണിലൊന്നും എടുത്ത് നോക്കാം ഗായ്സ് വരുന്നത്. നമ്മളെ വണ്ടി വേറെ മൂടാണ് ഗൈസ്. അത് ഈ വണ്ടീൻ്റെ മാതിരിയല്ല. ഇത് വേറെ അത് വേറെ പറഞ്ഞ മാതിരിയാണ്. അതുകൊണ്ട് പോസ്റ്റൊക്കെ തട്ടി
ഗായ്സ് ഇവനെ കൊണ്ട് ഞാൻ കുടുങ്ങുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടെ പോസ്റ്റ് വെക്കാനുള്ള പൈസ ഞാൻ കൊടുക്കേണ്ടി വരും തോന്നുന്നു. ഇനിയിപ്പോൾ വണ്ടീൻ്റെ ബമ്പറിന് ചെറുതായി സ്ക്രാച്ച് ചെയ്യും. ഓനെ കൊണ്ട് തന്നെ പൈസ. ഗായ്സ് നമുക്ക് ഗ്രൗണ്ടിലോട്ട് പോവാം, കളി തുടങ്ങണം. നല്ല രസമുണ്ടാവും. ഒന്നാമത് ഗായ്സ് ഇവിടെ വലിയ എന്തോ എന്താ 10th മാർച്ച് ഫൈനൽ അങ്ങനെ എന്തോ പോസ്റ്ററിന് ചിലപ്പോൾ ഇവിടെ കളി അടക്കം ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉറപ്പാണ് നമുക്ക് കളി കാണാൻ പോകണം. ഗായ്സ് നമുക്ക് എന്താ ഇവിടേക്ക് പോവാ, ഗ്രൗണ്ടിക്ക്. വൺസ് ആയിട്ട് നല്ല വൈബ് കളിയാവും. വൈബ് കളി പറഞ്ഞാൽ വേറെ മൂഡ്. ഇനി വരാൻ കാത്തുക്കണം, അതാണ് ചടപ്പ്. ഓനാണ് ഈ സ്ലോ മോഷൻ ഇന്ന് ഇവിടെ എത്തുക പറഞ്ഞ കാര്യമാകുമോ. അപ്പോൾ ഗായ്സ് നല്ല രസമുണ്ടാവും. നമുക്ക് അടുത്ത പ്രാവശ്യം ബസ്സിലൊക്കെ ആളെ കൂടുന്ന കളിപ്പിക്കണം. ഒരു ടീമിൽ 5 ആളോ 10 ആളോ അങ്ങനെ. ഈ സർവറിൽ മിനിമം എത്ര 20 ആൾക്കാരല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു റൂമിൽ ഫുള്ളാക്കി കൊണ്ട് ഒരു ബസ്സിൽ 10 ആളെ കയറ്റി വന്നാണ്ട് അങ്ങനെ ബസ്സിലൊക്കെ ഇറങ്ങി വേറെ മൂടാക്കണം. അത് വേറെ മൂടാകും. വേറെ മൂഡ് പറഞ്ഞാൽ പുള്ളി മൂടാൻ അമ്പനി വൈബാവും അതൊക്കെ. ഇപ്പോൾ ഗായ്സ് പന്തും കൊണ്ട് പോകുന്നുണ്ടോ, ഒരു ചിലവും വലിയ മെസ്സിയാണ്. ആങ്കര മെസ്സി മേശി 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 ഇങ്കര മെസ്സി പറഞ്ഞ മാതിരി പോകണം. അതാ വെട്ടിച്ചൊക്കെ പോകുന്നുണ്ട്. ഗോളടിച്ചോന്ന് ആർക്കറിയാം, അതാ പോണത്. പൊട്ടൻ പുറത്ത് കടിച്ചിടുക. അത് നമുക്ക് ക്ലിയർ ചെയ്ത് കൂടാ. അത് ഏറ്റവും അതാ നല്ലത്. നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും നടക്കില്ല. അപ്പോൾ ഗായ്സ് കോർണറായിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ ഈ കളി കഴിഞ്ഞിട്ട് ഇനി ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് കളി കഴിഞ്ഞ് ഗായ്സ് 2-2 എന്നുള്ള സ്കോറിലാണ് നമ്മൾ പിരിഞ്ഞത്. 2 ആദ്യം ഇട്ടു, ഞാൻ ഒന്നും നോക്കിയില്ല, തിരിച്ച് 2 ഇട്ടിട്ട് പോയി. അങ്ങനെയൊക്കെ കളി ടൈ ആക്കിയതാണ്. അപ്പോൾ ഗായ്സ് നമ്മളെ വണ്ടീനെ എടുക്കണം. ഓനക്ക് വണ്ടി കൺട്രോൾ ഇട്ടില്ല. അപ്പോൾ തന്നെ നമ്മൾ കൊണ്ടുപോയില്ല, ആ പോസ്റ്റ് ബ്രേക്ക് കിട്ടാതെ ഓനെ കൊണ്ട് കൺട്രോൾ ചെയ്യണില്ല എന്നാണ് പറഞ്ഞത്. ഗായ്സ് ഇതാണ് ഗായ്സ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളി. ഇത് ആ പോസ്റ്റർ നോട്ട് ചെയ്ത് വെച്ചാൽ എന്താ ചെയ്ത് 10th മാർച്ച് ഫൈനൽ ഫുട്ബോൾ. അപ്പോൾ ഗായ്സ് ഇതാണ് ഭയങ്കര ചെറിയ റോഡാണ്. ആകെ ഒരു വണ്ടിക്കുള്ള ഗ്യാപ്പ് ഉണ്ടാവും. കിട്ടിയ അവസരം കണ്ടില്ല, തിരിച്ചെടുത്തു. അതാ നമ്മൾ കൊണ്ട് അടുത്ത ബോസ് ആ പോണേ ഹുസൈൻ ബോൾട്ടോ പറപ്പിച്ചു വിടുക. വണ്ടി ഇപ്പോൾ തട്ടിക്ക് പോകുന്നത്. നമ്മളെ വണ്ടീനെ വണ്ടിയില്ലേ മറ്റേ അതിമ്മ കൊണ്ടുപോയി തട്ടിച്ച്. അപ്പോൾ എൻ്റെ പേര് HF ഗെയിമറാണ്. അത് ഞാൻ പറയാൻ മറന്നു. അതോ റൈറ്റിക്ക് തിരിയും, ലെഫ്റ്റിക്കാണ് വൈകി അല്ല ഷോർട്ട് കട്ട് ഉണ്ടാവും. പിടിച്ചാലുള്ള പണിയാവും. അങ്ങനെ നമുക്ക് പോവാം. നമ്മളെ വണ്ടി പറയണത് നോക്കട്ടെ. അതേമാതിരി ടൈമിൻ്റെ സെക്കൻഡിൻ്റെ മാതിരിയാണ് പോകുന്നത്. ഈ ഗെയിമിൽ ഇനി വരാൻ പോകുന്നത് നല്ല ഹൈവേ വന്നാൽ പൊളിച്ചും അടിപൊളിയാവും, അത് ഉറപ്പ്. അപ്പോൾ ഗായ്സ് ഇനി നമുക്ക് നമ്മളെ വീട്ടിലോട്ട് എത്തിയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ബൈ. അപ്പോൾ ഗായ്സ് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനിടയിൽ എന്നോട് വിളിച്ചിരുന്നു. ഓന് വഴി തെറ്റി ഞങ്ങളോട് എപ്പോഴും പറഞ്ഞില്ലേ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറിയാലോ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റാണ് നമ്മളെ വീടിൻ്റെ അടുത്ത്, അവിടെ നിർത്താമെന്ന് അവനോട് പറഞ്ഞിരുന്നു. ഓപ്പോഴും എത്തിയിട്ടില്ല ഗായ്സ്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി നോക്കാം, വല്ലതും തിന്നാൻ ഉള്ളതുണ്ടോ നോക്കാം. അപ്പോൾ ഗായ്സ് ഗ്യാസ് സ്റ്റേഷന്, ഗ്രോസറി, സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. ഇവിടെ ഫുള്ള് ഇതാണല്ലോ ഹോം, വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ തോന്നണേ. കിച്ചണിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ കിച്ചണിക്ക് പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗായ്സ് നമുക്ക് വല്ല എന്തെങ്കിലും 2-3 സാധനം എടുത്തിട്ട് ബില്ലിങ് കൗണ്ടറിലോ ആളില്ല തോന്നണേ പോയോ. ബില്ലിങ് കൗണ്ടറൊക്കെ അതാകെ ഒഴിഞ്ഞ് നടക്കണേ. 2-3 സാധനം എടുത്തിട്ട് നമുക്ക് പോകുന്നിട്ട് പൈസ മറ്റേ ബില്ലിങ് കൗണ്ടർ വെക്കാം. അതേ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ. 2-3 സാധനം എടുക്കട്ടെ ഞാൻ, എന്നിട്ട് നോക്കാം. ഗായ്സ് നമ്മൾ 2-3 സാധനം എടുത്ത് തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഓൻ വന്നിങ്ങനെ ഗായ്സ് എന്നോട് പറഞ്ഞു ഓൻ പൈസ കൊടുത്തോളൂ പറഞ്ഞു. അപ്പോൾ ഓൻ പൈസ. അപ്പോൾ ഗായ്സ് ഓനെ വണ്ടിക്കൊന്ന് പോയൊക്കെ ഓൻ ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഓൻ പൈസ കൊടുത്തോളും ആ ക്യാഷ് കൗണ്ടറുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്ക് വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോവാം. ഇനി വീട്ടിലേക്ക് എത്താൻ നമ്മളെ വീട് ഭയങ്കര അടുത്താണ്. ഇവിടെ ഞാൻ വേറെ ഒരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ ആ സിറ്റി ടൂലാണ്. അതൊക്കെ ഇനി അവിടെ ഇതാവുമ്പോഴേ നമുക്ക് ഇവിടെ മാത്രമാകുമ്പോൾ ഇവിടെ നിൽക്കാൻ അങ്ങനെ സൗകര്യമില്ലല്ലോ. ഇതാകുമ്പോൾ കുറച്ച് ഉള്ളോട്ടുള്ള വീടാണ്, അതാണ് ഈ വീടിൻ്റെ കുഴപ്പം. അപ്പോൾ ഗായ്സ് നമുക്ക് നമ്മളെ വീടെത്താനായിട്ടുണ്ട് ഗായ്സ്. ഇനി എപ്പോഴാണ് അവന് കടമുത്ത് വാങ്ങുക, ഓനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ വീട്ടിലോട്ടെത്തി. നമുക്ക് എല്ലാ പ്രാവശ്യവും വണ്ടി പോർച്ചിലല്ലേ പാർക്ക് ചെയ്യൽ. ഇപ്രാവശ്യം നമുക്ക് പുറത്ത് നിർത്താം, അതാ നല്ലത്.
വേറെ വൈബാവുമല്ലോ ഗായ്സ്. നല്ല ക്ഷീണമുണ്ട്, ലോങ് ഡ്രൈവ് പോയി വന്നല്ലേ, എത്രമാനം ദൂരം നമ്മൾ യാത്ര ചെയ്തു. അപ്പോൾ ഗായ്സ് ഇനി ഒരു ചെറിയൊരു ഉറക്കത്തിനുള്ള മൂഡുണ്ട്. അപ്പോൾ ചെറിയൊരു ഉറങ്ങാൻ ഓന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാം. അന്ന് രാത്രി പോകുന്നാണ് പറഞ്ഞത്. ഇന്ന് രാത്രി ഓൻ്റെ പെരയിലോട്ട് പോകും. അതോ ഗായ്സ് വരുന്നുണ്ട് ഗായ്സ്. ഒന്ന് രാത്രി പെരയ്ക്ക് പോകുന്ന പറഞ്ഞത്. അപ്പോൾ ഗായ്സ് നമ്മളെന്തൊക്കെ കാട്ടിക്കൂട്ടാറ്, ഗ്ലിച്ചായി ഗായ്സ് ആകെപ്പാടെ. ഗ്ലിച്ചായി, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഗായ്സ് ഇനി ഞങ്ങൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഇനി ബാക്കി കാണാം. അപ്പോൾ ഗായ്സ് അതുവരെ ബായ്. അപ്പോൾ ഗായ്സ് നമ്മൾ ഉറങ്ങി നീച്ചപ്പോൾ നൈറ്റായി ഗായ്സ്. അപ്പോൾ ഓൻ പോവാന്ന് പറഞ്ഞാണ് ഗായ്സ്. അപ്പോൾ ഓൻ പോവാണ് ഗായ്സ്. അങ്ങനെ ഓനും പോയി. ഇപ്പോൾ ഗായ്സ് നമ്മൾ പിന്നെ ലാസ്റ്റ് വീട്ടിൽ ഒറ്റക്കായി. അതാണ് എല്ലാ പ്രാവശ്യം അങ്ങനെയല്ലേ, നമ്മൾ വരയിൽ ഒറ്റക്കാവും, ആരെങ്കിലും ഇടയ്ക്കെങ്കിലും വരും. ഓന് പോവാണ് ഗായ്സ്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒറ്റക്കായി. അപ്പോൾ ഗായ്സ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും. അങ്ങനെ ഗായ്സ് രാത്രി ഇനി നമ്മൾ എങ്ങനെ ഉറങ്ങുന്നാലും ഇനി കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുക, കുറച്ച് ക്ലിപ്പും ഇതാക്കുക, റീൽസ് എടുക്കാൻ ഉണ്ടായിരുന്നു. ആ റീൽസ് എടുത്തു, പിന്നെ അത് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഗായ്സ് ഇനിയിപ്പോൾ എങ്ങനെ ഉറങ്ങുക, ഫുള്ള് ഉറങ്ങിയില്ല നമ്മളിപ്പോൾ, നൈറ്റ് ഇപ്പോഴായിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ് നമുക്ക് ബൈ. ഈ വീഡിയോ ചൂട് അവസാനിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.